സത്യം പറഞ്ഞുണ്ടല്ലോ ഇന്ന് പഞ്ചാബ് ജയിച്ചപ്പം നമ്മുടെ ഒരു സ്വന്തം ടീം ജയിച്ചപ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതാണ് ഉണ്ടായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ISL വിജയമാണ് സ്വന്തമാക്കുന്നത്. ഇപ്പം ഹൈദരാബാദും വിജയമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ടീമാണ്. പക്ഷെ പഞ്ചാബ് തീർച്ചയായിട്ടും ഇത് നേരത്തെ തന്നെ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം അത്ര നല്ല രീതിയിലുള്ള പെർഫോമൻസസ് അവർ പലപ്പോഴും കളിച്ചിട്ടുണ്ട്. പല മത്സരങ്ങളും അവർ ലീഡ് ചെയ്തിട്ട് മത്സരം കൈവിട്ടു പോകുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നൊരു മത്സരത്തിലാണ് ഈ ഒരു മത്സരത്തിൽ അവർക്ക് ചെന്നൈയിൻ FC-ക്കെതിരെ വിജയിക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു മത്സരത്തിൽ തന്നെ ഞാൻ കണക്കുകൾ ഒന്ന് ഇപ്പോൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവർ 24 അറ്റംപ്റ്റ്സ് ആണ് ഈ ഒരു മത്സരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ 7 ഷോട്ട് ഓൺ ടാർഗറ്റും. ചെന്നൈയിൻ FC-യുടെ ഭാഗത്തു നിന്ന് 6 അറ്റംപ്റ്റ്സും 0 ഷോട്ട് ഓൺ ടാർഗറ്റുമാണ്. അതിലും 1-0 എന്നുള്ള നിലയിലൊരു വിജയം മാദി തലാലാണ് സ്കോർ ചെയ്തത്. മാദി തലാൽ കണ്ട് 4 ഷോട്ട് ഓൺ ടാർഗറ്റ് തന്നെ അദ്ദേഹം ഉതിർത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ആ ഒരു ഗോളിലേക്ക്, ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗോളാണ് അവരെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. അപ്പം ആദ്യം ഒരു ചാൻസ് കിട്ടി മിസ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബൈസൈക്കിൾ കിക്ക് ഉണ്ടായിരുന്നു, അത് പോസ്റ്റിലിടിച്ചു പോയി. ദെൻ അതിനുശേഷം അദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ ഗോള് സ്വന്തമാക്കിയിട്ടാണ് ആ ഒരു വിജയം സ്വന്തമാക്കുന്നത്. എന്തായാലും പഞ്ചാബിൻ്റെ ഇന്നത്തെ മാച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ്. അവരുടെ നല്ല ഒഴുക്കോട് കൂടിയുള്ള ഫുട്ബോളൊക്കെയാണ് അവർ കളിച്ചത്. സോ ഇൻട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചെന്നൈയിൻ FC സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഓവൻ ഗോയൽ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. കാരണം അവരുടെ 2 ഗോൾസാണ് ഡിസലോ ചെയ്തത്. അതിൽ ഒരു ഗോള് എനിക്ക് എന്താ ഭയങ്കര ഡൗട്ടുണ്ട്. ഒരെണ്ണം ഗോൾ കീപ്പർ ഷീൽഡ് ചെയ്ത്, ഒരെണ്ണം ഗോൾ കീപ്പറെ ഇത് ചെയ്തു എന്നുള്ള തരത്തിലാണ്, രണ്ടും ആ ഒരു തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിനോടൊപ്പം തന്നെ ഒരു പെനാൽറ്റി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഒരു ക്ലിയർ പെനാൽറ്റിയാണ്, അത് കൊടുത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറുവശത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ചെന്നൈയിനെ സംബന്ധിച്ചിടത്തോളം കോച്ച് ഉറപ്പായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നുള്ളതാണ്. ബട്ട് നമുക്കറിയാമല്ലോ, ഇന്ത്യൻ റെഫറീസ് ഒരു മിസ്റ്റേക്സ് എന്നുള്ള ഒരു കാര്യം സംഭവിക്കുന്നതാണ്. ആ പെനാൽറ്റി ഉറപ്പായിട്ടും കൊടുക്കേണ്ടത് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. മറ്റ് സിറ്റുവേഷൻസ് ഒരെണ്ണം ഇറ്റ്സ് ഫൈൻ, അത് ഗോള് കൊടുക്കാമായിരുന്നു. പക്ഷെ ഒരെണ്ണം എനിക്ക് തോന്നുന്നത് അത് ഒരു ഗോൾ കീപ്പറെ ഇത് ചെയ്ത സംഭവം തന്നെയാണ്. സാധാരണഗതിയിൽ അതൊരു ഫൗൾ വിളിക്കേണ്ട സിറ്റുവേഷൻ തന്നെയാണ് രണ്ടാമത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഏതായാലും പഞ്ചാബ് FC അവരുടെ ആ ഒരു ആദ്യ വിജയം സ്വന്തമാക്കുന്നു. അവരിപ്പം 8 പോയിൻറ്റോടുകൂടി പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്തേക്ക് വരുന്നു, ജംഷഡ്പൂരിന് മുകളിൽ. ഒരു കാര്യം മനസ്സിലാക്കണം, പഞ്ചാബ് ഇപ്പോഴും ഈ ഒരു പ്ലേ ഓഫ് റേസിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ യെസ് എന്ന് പറയാം. കാരണം ചെന്നൈയിൻ FC ആണ് 6ാം സ്ഥാനത്ത് ഇരിക്കുന്നത്. അവർക്ക് 11 മത്സരങ്ങളിൽ നിന്ന് തന്നെ 12 പോയിൻ്റാണെന്നാണ് അത്. അപ്പം ഇവർക്ക് 8 പോയിൻറ്റും ഉണ്ട്. സോ ചാൻസസ് ഉണ്ട്. ഇനിയും ഏതാണ്ട് പകുതിയോളം മത്സരങ്ങൾ ബാക്കി നിൽക്കുന്നൊരു സാഹചര്യമാണ്. പഞ്ചാബിനൊരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കും. കാരണം ആ ഒരു ലെവലിലുള്ള ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഫിനിഷിങ് ഇതിലൊക്കെ നന്നായി കഴിഞ്ഞാൽ, കാരണം ഈ ഒരു മത്സരത്തിൽ തന്നെ കൂടുതൽ ഗോൾ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്ന ജോർദൻ ഗില്ലിനും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അതൊന്നും അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. യുവാൻ മെറയ്ക്ക് കിട്ടിയ ചാൻസ്, അത് ജോർദൻ്റെ കാല് തട്ടിയാണ് പുറത്തേക്ക് പോയത്. അപ്പം അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും പഞ്ചാബ് ജയിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ISL ആദ്യ വിക്ടറി കാണാൻ അവർ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇത് കളിക്കുന്നത് കൊണ്ട് തന്നെ എന്നുള്ളതാണ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്ത് നമ്മുടെ കഴിഞ്ഞു. ഞാനെന്ന് വെച്ചാൽ സൈനിക.